ഹായ്, ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 11-ാം അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. ചന്ദ്രക്കാരൻ്റെ നേതൃത്വത്തിൽ ചിലമ്പിനേത്ത് നടന്ന മാമാങ്കത്തെക്കുറിച്ചും മാമാ വെങ്കടന് പറ്റിയ അമളിയെക്കുറിച്ചും മഹാരാജാവിന് വിവരം കിട്ടിയിരുന്നു. മാമാ വെങ്കടന് ആപത്തൊന്നും പിണഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലും ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി മഹാരാജാവ് പ്രഭാത സഞ്ചാരം ആ വഴിക്കാക്കി. കേശവപിള്ളയും മാമാ വെങ്കടനുമായി തർക്കം നടക്കുന്ന സന്ദർഭത്തിലാണ് രാജാവ് അവിടെ എത്തിയത്. രാജാവിനെ കണ്ട് മാമാ വെങ്കടൻ സംഭ്രമിച്ച് ഓച്ചാനിച്ച് നിന്നു. അയാളോട് കൂടെ വരുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് തിരുമേനി നടന്നപ്പോൾ സ്വാമി പിന്തുടർന്നു. ആരുമായിട്ടാണ് സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നത് അന്വേഷിച്ച് മഹാരാജാവ് നടന്നു നീങ്ങിയപ്പോൾ മാമ തൻ്റെ ലാവണത്തിലേക്ക് തിരിച്ചു പോന്നു. ചിലമ്പിനേത്ത് എന്തെല്ലാം സംഭവിച്ചു എന്ന് കേശവപിള്ളയ്ക്ക് അറിയണം. സ്വതസിദ്ധമായ സംഭാഷണ ശൈലിയിൽ വിവരം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാമായുടെ നടപടിയെ കേശവപിള്ള ദുഷിച്ചു. വളച്ചു കെട്ടാതെ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നായി കേശവപിള്ള. ഊണ് കഴിഞ്ഞ് ഹരിപഞ്ചാനന സ്വാമികൾ മാമായ്ക്ക് തീർത്ഥം കൊടുത്തു കുടിക്കാൻ. അതോടെ ബോധം മറഞ്ഞു. എന്നാൽ കേശവപിള്ള പറഞ്ഞിരുന്നത് പോലെ വേണ്ട വിവരമൊക്കെ സമ്പാദിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് വീമ്പ് പറഞ്ഞു. മാമാ വെങ്കടൻ കേശവപിള്ള ആവശ്യപ്പെടാതെ ഒരു പ്രേമദൗത്യം സാധിച്ചാണ് വന്നിരിക്കുന്നതെന്ന് കേശവപിള്ളയ്ക്ക് മനസ്സിലായി. മാമ വിവരിച്ച പ്രകാരമുള്ള ആ സൗന്ദര്യധാമം ആരെന്നറിയാൻ കേശവപിള്ളയ്ക്ക് ഔത്സുക്യമുണ്ടായി. ആ യുവതിയുടെ തറവാട് ഏതെന്ന് പറയാൻ മാമ മടിക്കുന്നു. ചോദ്യം കുഴഞ്ഞതാണ്. ഒരു എതിർ ചോദ്യമാണ് മാമ എടുത്തിട്ടത്. കേശവപിള്ളയുടെ വീട്ടുപേരെന്ത്? അത് പറയുകയാണെങ്കിൽ യുവതിയുടെ വീട്ടുപേര് പറയാമെന്നായി. എങ്കിൽ കേൾക്കണ്ട എന്നായി കേശവപിള്ള. ചിലമ്പിനേത്ത് ഭവനത്തിന്റെ സമീപത്ത് താമസിക്കുന്ന ആ സ്ത്രീകൾ ആരെന്നറിയണമെന്ന് വെച്ച് കേശവപിള്ള അവിടെ നിന്ന് പോയി. വീട്ടിലെത്തിയ കേശവപിള്ള ഹരിപഞ്ചാനനെ പറ്റി ചിന്തിച്ചു. സുഭകനും പൂർണ്ണ ബലവാനുമാണ് അയാൾ. അസാധാരണമായ ബുദ്ധിശക്തിയും പാണ്ഡിത്യവുമുണ്ട്. പിന്നെ എന്തിനാണ് അയാൾ മഹാരാജാവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? നിരവധി ആൾക്കാരെ മോഹവലയത്തിലാക്കി മഹാരാജാവിനെതിരെ തിരിച്ചുവിടുന്നു. രാജ്യദ്രോഹം തന്നെയാണ് ലക്ഷ്യമെന്ന് വ്യക്തം. അതുകൊണ്ടാണല്ലോ മാമയെ മയക്കിക്കളഞ്ഞത്. മാമ രഹസ്യങ്ങൾ ചോർത്തിയെങ്കിലോ എന്ന് ഭയന്നു. അയാളെ നേരിടാൻ പോന്ന ധനവും ആൾശേഷിയും ഇല്ലെങ്കിലും ശ്രമിക്കുക തന്നെ എന്ന് കേശവപിള്ള തീരുമാനിച്ചു. ചിലമ്പിനേത്ത് തറവാടിൻ്റെ സാമ്പത്തിക ശക്തിയും അതിന് തെക്കുള്ള ഭവനത്തിലെ സ്ത്രീ ശക്തിയും യോഗീശ്വരൻ്റെ സാന്നിധ്യവും സമ്മേളിച്ചിരിക്കുന്നു. ഈ 3 ശക്തികളുടെയും ഒത്തുചേരൽ ശുഭസൂചകമല്ല, അപകടത്തെ സൂചിപ്പിക്കുന്നു. രഹസ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പവതിക്കൊച്ചിയെ തന്നെ കരുവാക്കാൻ തീരുമാനിച്ചു. ചിലമ്പിനേത്ത് ഭവനത്തിൻ്റെ തെക്ക് വശത്തുള്ള വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന യുവതിയെക്കുറിച്ചറിയണം. അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് പവതിക്കൊച്ചിയെ വിശ്വസിപ്പിച്ചു. പവതിക്കൊച്ചിക്കും അതിഷ്ടമായി. എന്നാലും ഒരു സംശയം അവരെ ബാധിച്ചു. ചിലമ്പിനേത്ത് ചന്ദ്രക്കാരൻ്റെ മരുമകനാണ് അണ്ണാവയ്യൻ്റെ കൊലയാളി. അതിനടുത്തുള്ള വീട്ടിലെ സുന്ദരിയിൽ കേശവപിള്ളയ്ക്ക് താല്പര്യം. എന്തോ രഹസ്യം ചോർത്താൻ തന്നെ കരുവാക്കുകയാണെന്ന് ബുദ്ധിമതിയായ പവതിക്കൊച്ചിക്ക് മനസ്സിലായി. എന്നാലും വെളിയിൽ പറഞ്ഞില്ല. വിവാഹം കഴിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ചിലമ്പിനേത്തെ അയൽക്കാരി തന്നെ വേണോ? മാങ്കോയ്ക്കൽ നിന്ന് പോരെ? മഹാരാജാവിനും അതിഷ്ടമാകും. ദേശസ്നേഹിയായ അവിടുത്തെ ഒരു കുറുപ്പിൻ്റെ ധീരസാഹസിക കഥ വിസ്തരിച്ച് അവർ പറഞ്ഞു കേൾപ്പിച്ചു. സൗന്ദര്യമല്ല പ്രധാനം, കുടുംബമഹിമയാണ് നോക്കേണ്ടത്. കേശവപിള്ള എല്ലാം കേട്ടിരുന്നതല്ലാതെ യാതൊന്നും പറഞ്ഞില്ല. ഏതായാലും പവതിക്കൊച്ചി ദൗത്യമേറ്റെടുത്ത് പോകാൻ തന്നെ സമ്മതിച്ചു. ഇതിപ്പോൾ കൊലക്കേസ് അന്വേഷിക്കുവോ? ഇല്ല ഈ കല്യാണ കേസ് നോക്കുവോ? ഇല്ല മോതിരം കട്ടുകൊണ്ട് പോയത് എന്താണെന്ന് നോക്കുവോ? ഇല്ല ഹരിപഞ്ചാനന്ദൻ്റെ കാര്യം നോക്കുവോ? ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. മേ ബി കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ കിട്ടുമായിരിക്കും. അതുവരെ ബൈ, സീ യു.